കിയ സിറോസ് കിയ ഇന്ത്യയുടെ ലൈനപ്പിലെ രണ്ടാമത്തെ കോമ്പാക്റ്റ് SUV ആണ്. ഇതുവരെ നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള എല്ലാ കോമ്പാക്റ്റ് SUVയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രൂപത്തിൽ എത്തിയെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ USP. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ കിയ വരുത്തിയിട്ടുള്ള വ്യത്യാസം, എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചറുകൾ, മറ്റ് മോഡലുകളിൽ നിന്ന് എങ്ങനെ ഈ വാഹനം വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മറ്റ് കോമ്പാക്റ്റ് SUVകളിൽ നിന്ന് കിയ സിറോസിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ രൂപം തന്നെയാണ്. കാരണം ടോൾ ബോയി ഡിസൈനിൽ ഒരുങ്ങിയിട്ടുള്ളൊരു കോമ്പാക്റ്റ് SUV ആണ്. ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഹെഡ് ലാമ്പ് നോക്കണം. ഒരു സിംഗിൾ ചേംബറിലാണ് ഈ ഹെഡ് ലാമ്പ് യൂണിറ്റ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. അത് ആ ലൈറ്റിനുള്ളിൽ അത് മൂന്നായി തിരിച്ചിട്ടുണ്ട്. അത് മൂന്നും LED ആണ്. പ്രൊജക്ഷനും LED ലൈറ്റുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കിയയുടെ EV9 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഏതാണ്ട് സമാനമായ ഡിസൈനിലാണ് ഈ ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ നമ്മൾ DRL നോക്കിക്കഴിഞ്ഞാൽ കിയയുടെ തന്നെ സ്റ്റാർ മാപ്പ് ഡിസൈനിലുള്ള ഒരു DRL ലൈറ്റാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ടൈഗർ നോസ് ഡിസൈൻ ലാംഗ്വേജിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു മുൻഭാഗം ഒരുങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. വിശാലമായ എയർ ഡാം രണ്ട് പാറ്റേണായി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു അലുമിനിയം പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൻ്റെ ഷേപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് മോഡലുകളിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഗ്ലാസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവിക ആ ഒരൊറ്റ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ADAS സംവിധാനമുള്ള വാഹനമാണ്. അതിനുള്ള ക്യാമറ ആ മേളിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ 360 ഡിഗ്രി വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ളൊരു ക്യാമറ ഇവിടെയുണ്ട്. ഇവിടെ ആ ഒരു ADAS സ്യൂട്ടിൻ്റെ റഡാറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നിർത്തിയിട്ടുള്ള ഡിസൈൻ സവിശേഷത. ഇനി നമ്മൾ നേരെ സൈഡിലേക്ക് വരുമ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലോയ് വീല് തന്നെയാണ്. 17 ഇഞ്ച് വലുപ്പത്തിലാണ് ഇതിൻ്റെ ഒരു അലോയ് വീല് വരുന്നത്. ക്രിസ്റ്റൽ കട്ട് ഡിസൈനിൽ ഒരു ഡുവൽ ടോൺ കളറുകളൊക്കെ കൊടുത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ അവർ ആ ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ നിർവഹിച്ചിട്ടുണ്ട്. ഇനി വീലാർച്ചുകളുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം വീലാർച്ച് വളരെ വീതിയിൽ തന്നെയാണ് ആ ഒരു വീലാർച്ച് മുതൽ വരുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ക്ലാഡിങ് ആകുന്നുണ്ട്. അതിനൊപ്പം തന്നെ അതിലൊരു സിൽവർ എലമെൻറ്റും കൂടെ ചേർത്താണ് ബാക്കിലേക്ക് അവർ ബാക്കി ഡിസൈൻ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ വരേണ്ട ഈ ഒരു റിയർ വ്യൂ മിററാണ്. അത് രണ്ട് നിറങ്ങളിലാണ് വരുന്നത്. ഒന്ന് അതിൻ്റെ ഒരു മേളിലെ പോർഷനിലേക്ക് വരുമ്പോൾ ബോഡി കളറാണെങ്കിൽ താഴെ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൽ ചെറിയൊരു ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ആ ഒരു ലൈൻ വാച്ചിനുള്ളതും അതുപോലെ 360 ഡിഗ്രിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊരു ക്യാമറ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽ ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഫീച്ചർ ആണെന്നാണ് കിയ അവകാശപ്പെടുന്നത്. ബി പില്ലർ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് അവർ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം രണ്ട് ഡോറും എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ ആ ഒരു ബ്രിഡ്ജ് ടൈപ്പ് ആയിട്ടുള്ള റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത് യൂസബിൾ ആയിട്ടുള്ള റൂഫ് റെയിൽ ആണെന്നുള്ളതാണ്. ക്വാർട്ടർ ഗ്ലാസ് അല്ലെങ്കിൽ തേർഡ് റോയിലെ സി പില്ലറിലെ ആ ഒരു ഗ്ലാസ് കുറച്ചും കൂടെ വൈഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വശങ്ങളുടെ ഡിസൈൻ സവിശേഷതകളിൽ ഒന്നാണ്. ടോൾ ബോയ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് ശരിക്കും എന്നാ പറഞ്ഞാൽ അന്വർത്ഥമാക്കുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു L ഷേപ്പിലുള്ള ഒരു ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആ റൂഫിൽ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് ഒരു സ്പോയിലർ ഇവിടെയുണ്ട്. അവിടെയും ബ്രേക്ക് ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. താരതമ്യേന വലുപ്പം കുറഞ്ഞ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ വൈപ്പർ വന്നിട്ടുള്ളത്. കിയയുടെ ആ ഒരു ബാഡ്ജിങ്ങും ആ ഡോറിലുണ്ട്. സിറോസ് എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജിങ് താരതമ്യേന വലുപ്പം കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ മോഡൽ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വേരിയൻ്റ് ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിതിൻ്റെ ഒരു ടെയിൽ ലാമ്പ് സെറ്റപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് എങ്ങനെ കൊടുത്തിരുന്നു അതിന് സമാനമായി തന്നെ ഈ ബമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കാണ് ആ ഒരു ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് LED സെറ്റപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ബമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീലാർച്ച് ക്ലാഡിങ് അതിനുപയോഗിച്ച ആ ഒരു സെയിം ആ ഒരു സെയിം എലമെൻറ്റ് തന്നെയാണ് ബമ്പറായിട്ടും ആ പിന്നിലേക്ക് വരുന്നത്. നമ്മളിതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 465 ലിറ്ററിൻ്റെ വളരെ വിശാലമായൊരു സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ബൂട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. നമ്മൾ എക്സ്റ്റീരിയറിൽ പറഞ്ഞ എല്ലാ വ്യത്യസ്തതയും നമുക്ക് ഇൻറ്റീരിയറിലും കാണാൻ പറ്റും. അതാണ് കിയ സിറോസിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത. അപ്പം ഇൻറ്റീരിയർ എങ്ങനെ മറ്റു വാഹനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തു നോക്കാൻ പോകുന്നത്.
ആദ്യം തന്നെ നമ്മൾ പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഒരു ലേഔട്ടാണ്. കാരണം നമുക്ക് കുറച്ച് താരതമ്യേന പുതുമ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ മൊത്തം വന്നിരിക്കുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷിങ് തന്നെയാണ് അതിൻ്റെ ഒരു കളർ വരുന്നത്. പക്ഷേ ആ ഒരു കാഴ്ചയിൽ നമുക്ക് ആ ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു AC വെൻറ്റുകളുടെ ഡിസൈനിലും ഒരു സവിശേഷതയുണ്ട്. കാരണം അത് താരതമ്യേന ഹൈഡ് ചെയ്ത് ഇരിക്കുന്ന രീതിയിലാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിന് കട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഏരിയയിൽ ഒരു ഫിസിക്കൽ സ്വിച്ചുകളെല്ലാം അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ആ 2 സ്ക്രീനിലേക്കാണ്. നമ്മൾ ഒറ്റയടിക്ക് നോക്കി കഴിഞ്ഞാൽ 30 ഇഞ്ച് വലിപ്പമുള്ള വിശാലമായൊരു സ്ക്രീനാണ് അത് ആ ഒരു ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു വിസിബിലിറ്റിനൊന്നും ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലേസിങ് വന്നിട്ടുള്ളത്. 12.5 ഇഞ്ച് വലിപ്പത്തിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതേ വലിപ്പത്തിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് ഒരു ചെറിയൊരു സ്ക്രീനും കൂടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് കൺട്രോൾ പോലെയുള്ള ആ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ സ്ക്രീനും ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് 5 ഇഞ്ച് വലിപ്പമാണുള്ളത്. അത് ശരിക്കും അതുകൊണ്ട് ഈ ഒരു ഏരിയ മൊത്തം ആ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു സെക്കൻഡ് പോർഷൻ മൊത്തം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഹോം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻ വളരെ രസകരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു സൈഡിൽ മാപ്പ്, അതിൻ്റെ നടുക്ക് മീഡിയ, ഫോൺ എന്ന രീതിയിൽ ഒരു 3 സ്പ്ലിറ്റ് സ്ക്രീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഷെയർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനുണ്ട്. വെതർ, കലണ്ടർ, സെറ്റിങ്സ്, അല്ല വെഹിക്കിൾ ഡയഗ്നോസിസ്, വാലറ്റ് മോഡ് തുടങ്ങി എന്താ പറയുന്നത് അത്യാവശ്യം നമ്മൾ ന്യൂ ജനറേഷൻ വാഹനങ്ങളിൽ കാണുന്ന ഫീച്ചറുകളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത ഓൺ ദ എയർ അപ്ഡേഷൻസ് നടക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് തന്നെയാണ് ആ ഒരു സംവിധാനവും കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ശരിക്കും എന്താ പറയുന്നത് 2 നോർമൽ നമ്മൾ വാഹനത്തിൽ കാണുന്ന പോലെ 2 സൈഡിലും സ്പീഡോമീറ്ററും അതുപോലെ ഓഡോമീറ്ററും കൊടുത്ത് സെൻറ്ററിൽ ആ ഒരു സ്ക്രീനിലാണ് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതായത് നമ്മുടെ വാഹനം ഇതുവരെ ഓടിയ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ നമുക്കൊരു കോമ്പസ് അതിൽ അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ നമുക്ക് ഈ ലൈൻ കീപ്പ് പോലെയുള്ള അഡാസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അത് വാഹനത്തിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് നമുക്കതിൽ കിട്ടുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് സംവിധാനം ഈ വാഹനത്തിലുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും റിയർ വ്യൂ മിററിൻ്റെ താഴെ നമ്മൾ ക്യാമറ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പം ആ ഒരു ഓഡോമീറ്ററിൻ്റെ സ്ക്രീനിലാണ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുമ്പം നമ്മൾ ആ ഒരു സ്പീഡോമീറ്ററിലും ആ ഒരു കൃത്യമായ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയുള്ള വാഹനമാണ്. അത് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ C ടൈപ്പ് 2 ചാർജിങ് സംവിധാനവും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ഗിയർ നോബിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ആ ഒരു സീക്വൻഷ്യൽ ഷിഫ്റ്റ് ഗിയറിൻ്റെ ആ ഒരു നോബ് കാണുന്നതിന് അതിനോട് സമാനമായ രീതിയിലാണ് ഈ ഒരു ഗിയർ നോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും 2 നിറത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒരു സ്പോർട്ടി ഭാവം ഈ വാഹനത്തിന് ഇൻറ്റീരിയറിന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 2 കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുഷ് ചെയ്ത് നമ്മുടെ ഗ്ലാസ് കൃത്യമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സംവിധാനം വന്നിട്ടുള്ളത്. ഡുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ്, അങ്ങനെയാണ് കിയ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു 2 സ്പോക്ക് സംവിധാനത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റിയറിംഗിൽ തന്നെയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് അഡാസ് ഫീച്ചറുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ വോയിസ് കമാൻഡ്, അതുപോലെ അതിൻ്റെ മോഡ്, ഫോണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗിൽ 2 അഡീഷണൽ സംവിധാനങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. കാരണം ഡ്രൈവ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ സ്റ്റിയറിംഗിൻ്റെ ലെഫ്റ്റ് പോർഷനിലാണ്. അതുപോലെ റൈറ്റ് പോർഷനിലേക്ക് വരുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ചും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫ്രണ്ടിൽ വെൻറ്റിലേറ്റഡ് സംവിധാനമുള്ള 2 സീറ്റുകളാണ്. ഈ ഒരു ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ ഗ്ലാസ് റൂഫാണ് ഇതിൽ വന്നിട്ടുള്ളത്. പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് ഈ സൈഡിൽ, അതായത് ഡ്രൈവറിൻ്റെ റൈറ്റ് ഹാൻഡ് പോർഷനിലായിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ്. ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ 1ാം നിരയിൽ കൊടുത്തിട്ടുള്ള ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ. മറ്റ് കോമ്പാക്റ്റ് SUVകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മുൻനിര പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള വാഹനമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നേരെ നമ്മൾ സിറോസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് പിൻനിരയിലെ യാത്രക്കാരെ കൂടി ഉദ്ദേശിച്ച് നിർമ്മിച്ചിരിക്കുന്ന വാഹനമാണെന്ന് നമുക്കൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടി പറ്റും. അതിനുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്.
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് കംഫർട്ട് തന്നെയാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റ് വരുന്ന വേറെ ഏത് വാഹനത്തെക്കാളും കൂടി ഒരു ലെഗ് റൂം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഹെഡ് റൂം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ഗ്ലാസ് റൂഫ് വരുന്ന വാഹനമായിട്ട് പോലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ് റൂമും നമുക്ക് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് റോയിൽ 3 പാസഞ്ചേഴ്സിന് വളരെ ഈസിലി ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സെൻട്രൽ ടണൽ താരതമ്യേന വലിപ്പം കുറഞ്ഞ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി സപ്പോസ് നമ്മൾ 2 പേരാണ് ബാക്കിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ആംറസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 2 പേർക്ക് വളരെ എന്താ പറയുക ഫ്രീ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി സീറ്റിൽ കൊടുത്തിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിയറിലെ പാസഞ്ചേഴ്സിനും ഇത് വെന്റിലേറ്റഡ് സീറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഏരിയയിലുള്ള സീറ്റിൻ്റെ ഏരിയയിൽ വെന്റിലേറ്റഡ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഫീച്ചർ തന്നെയാണ്. നമ്മുടെ ആ ഒരു യാത്ര കുറച്ചും കൂടെ റിലാക്സ്ഡ് ആകണമെങ്കിൽ നമുക്ക് റിയറിലെ സീറ്റ് മുമ്പിലത്തെ സീറ്റ് പോലെ നമുക്ക് റിക്ലൈൻ ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വേറൊരു സവിശേഷത. അതും നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വാഹനത്തിലും നമ്മൾ കണ്ടിട്ടില്ല. ഇനി നമ്മൾ റിക്ലൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു ലെഗ് റൂം കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റുകൾ മുമ്പോട്ടും ബാക്കിലേക്കും മാറ്റാൻ പറ്റും എന്നുള്ളതും ഈ ഒരു വാഹനത്തിൻ്റെ സവിശേഷത തന്നെയാണ്. ഇതും നമ്മൾ വേറെ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റ് വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. എയർ പ്യൂരിഫയറിൻ്റെ ആ ഒരു സ്ക്രീൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ റിയറിലെ പാസഞ്ചേഴ്സിനായിട്ട് 2 AC വെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് സി ടൈപ്പിൻ്റെ 2 ചാർജറും ഒരു മൊബൈൽ ഹോൾഡറും ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. 8 സ്പീക്കറിൻ്റെ ഹർമൻ കാർഡോൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ടിൻഡർ ഗ്ലാസ് സംവിധാനം ഒന്നും അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു സൺബ്ലൈൻഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്താ പറയുന്നത് റിയറിലെ പാസഞ്ചേഴ്സിനെ മാക്സിമം കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമ്മൾ കിയ സിറോസ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മോഡൽ കിയയുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ മോഡലാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. നമ്മൾ ഓടിക്കുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 120 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ളൊരു റോഡിൽ കൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. സിറോസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 ലിറ്റർ GDI ടർബോ പെട്രോൾ എൻജിൻ അതാണ് നമ്മൾ ഓടിക്കുന്നത്. അത് നമ്മൾ സോണറ്റിലും വെന്യൂൽ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സെയിം എൻജിൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു പവർ നോക്കുകയാണെങ്കിൽ 120 PS പവറും 172 ന്യൂട്ടൺ ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ ബാക്കി മോഡൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീസൽ എൻജിൻ മോഡൽ കൂടി വരുന്നുണ്ട്. കാരണം 1.5 ലിറ്റർ ഡീസൽ എൻജിനാണ് ആ ഒരു സിറോസിൻ്റെ ഡീസൽ മോഡലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ 115 PS പവറും 250 ന്യൂട്ടൺ ടോർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. പെട്രോൾ എൻജിനിൽ 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് ഡുവൽ ക്ലച്ചുമാണ് ട്രാൻസ്മിഷനെങ്കിൽ ഡീസൽ മോഡലിലേക്ക് നോക്കുമ്പം 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് ആ ഒരു മോഡലിൽ ട്രാൻസ്മിഷൻ സംവിധാനമായിട്ട് നൽകിയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രൈവിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ശരിക്കും എന്താ പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടൊരു മോഡൽ തന്നെയാണ്. നമുക്ക് ശരിക്കും ഇതിൻ്റെ തന്നെ ഒരു സിബ്ലിംഗ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സോണറ്റുമായിട്ട് പ്രോപ്പറായിട്ടുള്ള താരതമ്യം പറ്റുന്നൊരു വാഹനമാണ്. ശരിക്കും പ്രധാനമായൊരു വ്യത്യാസം നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ബോഡി ശൈലി അല്ലെങ്കിൽ ഒരു ബോഡി ഡിസൈൻ നമ്മൾ പറഞ്ഞു ടോൾ ബോയ് ഡിസൈനിലുള്ളൊരു വാഹനമാണ്. സോണറ്റിനെ അപേക്ഷിച്ച് ചെറിയൊരു ബോഡി റോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ നമുക്കുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്. ആ ഒരു വാഹനത്തെക്കാളും കൂടുതൽ പെർഫോമൻസ് നമുക്ക് ഈ ഒരു സിറോസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 160 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് അൺഡുലേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ട്രാൻസ്മിഷൻ സംവിധാനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സംവിധാനം തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ നിലവിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ആ ഒരു സംവിധാനം ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസിൽ ഒന്നും കൂടെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ 3 ഡ്രൈവിംഗ് മോഡുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ, എക്കോ, സ്പോർട്ട്, ഇങ്ങനെ 3 ഡ്രൈവിംഗ് മോഡുകളുണ്ട്. അതിൻ്റെ ആ ഒരു സ്പോർട്ട് മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പെർഫോമൻസിലും നമ്മൾ അത്രയും നേരം ആ ഒരു എക്കോ മോഡിൽ നിന്ന് സ്പോർട്ട് മോഡിലേക്ക് വരുമ്പോൾ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ആ ഒരു പെർഫോമൻസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട്.
ഇനി നമ്മൾ സിറോസിൻ്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹാൻഡിലിങ്ങിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ടോൾ ബോയ് ഡിസൈനിൽ ഒരുങ്ങിയിട്ടുള്ളൊരു വാഹനമാണ്. പക്ഷേ മറ്റ് ടോൾ ബോയ് വാഹനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ബോഡി റോള് ആ ഒരു കുലുക്കോ ഒക്കെ കുറവുണ്ട് എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വളരെ നോട്ടബിൾ ആയിട്ടുള്ള താരതമ്യം തന്നെ സോണറ്റുമായിട്ട് സാധ്യമാണെന്നുള്ളതാണ്. കാരണം സോണറ്റിൻ്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ ആയിട്ടുള്ള സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെയിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് സിറോസിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സംവിധാനമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ സസ്പെൻഷൻ ഇവർ ഒന്നും കൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഡാമ്പിങ് ട്യൂണിങ്ങിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ ബോഡി കൺട്രോൾ ആണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു ഡാമ്പിങ്ങിൻ്റെ അതിൻ്റെ ആ ഒരു ട്യൂണിങ്ങിൻ്റെ സവിശേഷത കൊണ്ട് തന്നെ ബോഡി കൺട്രോളും ബെറ്റർ ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഓരോ ഇതിലും നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ഫീഡ്ബാക്ക് തരുന്ന സ്റ്റിയറിംഗ് വീലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിന് പ്രധാനമായ കുറച്ച് കാരണങ്ങൾ കിയ തന്നെ പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊരു ടോർക്ക് ആൻഡ് ആംഗിൾ സെൻസറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ലോ സ്പീഡ് സ്റ്റിയറിംഗ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ട്യൂണിങ്ങും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹൈ സ്പീഡിലും സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിനും ആ ഒരു സെൻസർ സംവിധാനങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്നുള്ളതാണ് കിയ അവകാശപ്പെടുന്നത്. അഡാസിൻ്റെ അധിഷ്ഠിതമായിട്ട് 18ഓളം സുരക്ഷാ ഫീച്ചറുകളാണ് ഇതിൽ വരുന്നത്. 4 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതാണ് ഏറ്റവും അടിസ്ഥാനമായ സുരക്ഷാ ഫീച്ചർ. അതുപോലെ 6 എയർ ബാഗ് വരുന്നുണ്ട്. മൈലേജിൻ്റെ കാര്യത്തിലും വളരെ അധികം കിയ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് മാനുവൽ പതിപ്പ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞത് എല്ലാ മോഡലിനും അവർ ഇന്ധനക്ഷമതയും ഉറപ്പുവരുത്തുന്നുണ്ടെന്നുള്ളതാണ് കിയ അവകാശപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ നോക്കാൻ പോകുന്നത് ഈ വാഹനം ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു ഷേപ്പും ഈ വാഹനത്തിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു യുവാക്കളുടെ വാഹനമാണെന്ന് നമുക്ക് വേണേൽ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു ഡ്രൈവിങ്ങിൽ ഇതിൻ്റെ ഒരു യാത്രയുടെ കംഫർട്ടബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പക്ക ഫാമിലി കാറ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയ മാസ് മാർക്കറ്റ് പ്രോഡക്റ്റായിട്ട് കിയ എത്തിച്ചിട്ടുള്ളൊരു വാഹനമാണ്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈന് അതുപോലെ ടെക്നോളജിക്കലി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറൊക്കെ വെച്ച് യങ്സ്റ്റേഴ്സിനെ ഈ വാഹനത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ കിയ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യാത്രാ സുഖം, അതുപോലെ ഇന്ധനക്ഷമത, ഇതിൻ്റെ ഒരു ഹാൻഡിലിങ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഫാമിലി കസ്റ്റമേഴ്സിനെയും ഈ വാഹനത്തിലേക്ക് ആകർഷിക്കാനുള്ള പ്രതീക്ഷ കിയ മോട്ടോഴ്സിനുണ്ട്.